അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു ഫീലാണ്. നമ്മുടെ ചുറ്റും മത്സ്യങ്ങൾ, പല പല വെറൈറ്റി ഉള്ള മത്സ്യങ്ങളാണ് കേട്ടോ. പേരുകളൊക്കെ പറയാനായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. കണ്ടില്ലേ, സ്രാഗിൻ്റെ പോലത്തെ മത്സ്യവും അങ്ങനെ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഓടിച്ച് കാണിക്കുന്നതാണ്. കാരണം ഒരുപാട് എണ്ണമുണ്ട് മത്സ്യങ്ങളിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ കണ്ട. ഇതിൻ്റെയൊക്കെ പേരെന്തെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. ശുദ്ധജലത്തിൽ വളരുന്നുണ്ട്, ഇതൊക്കെ കടൽ വെള്ളത്തിൽ വളരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കടലിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. വലിയ വലിയ മീനുകളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് വളരെ പ്രത്യേകതയുള്ള കാഴ്ചകൾ. നിങ്ങൾ വിചാരിക്കും ആദ്യം കയറുമ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി കഴിയുമ്പോൾ എന്താണ് മത്സ്യകന്യക ഒന്നും ഇല്ലേ, ഒന്നും ഞാൻ കാണില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാഴ്ചകൾ തുടങ്ങാൻ പോകുന്ന ഈ ടണലും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി നടക്കുമ്പോഴാണ് ടണലിൽ ആരാ